2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ്റെ ഏറ്റവും പുതിയ CNXD അഭിപ്രായ സർവേയാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലായി 140 മണ്ഡലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകളാണ് നോക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളിൽ മത്സരിച്ച CPIM 61 സീറ്റിലാണ് വിജയിച്ചത്. 93 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആവട്ടെ വെറും 21 സീറ്റുകളിലാണ് വിജയിച്ചത്. BJP മത്സരിച്ചത് 113 സീറ്റുകളിലാണ്. ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. CPI മത്സരിച്ചത് 25 സീറ്റിലാണെങ്കിലും 17 സീറ്റുകളിൽ വിജയിച്ചു. 27 സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 15 സീറ്റുകളിൽ വിജയിച്ചു. PDGS 21 സീറ്റുകൾ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല. കേരള കോൺഗ്രസ് M 12 സീറ്റുകളിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ചു. കേരള കോൺഗ്രസ് 10 സീറ്റിൽ മത്സരിച്ചെങ്കിലും 2 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. 2026 അഭിപ്രായ സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 സീറ്റും നേടിയത് LDF ആയിരുന്നു. 1 സീറ്റ് മാത്രമാണ് UDFന് നേടാൻ സാധിച്ചത്. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകൾ LDFും 2 സീറ്റുകൾ UDFുമാണ് നേടിയിരുന്നത്. അടുത്തതായി നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിലും 3-2 എന്ന നിലയിൽ തന്നെയായിരുന്നു. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകൾ LDFും 2 സീറ്റുകൾ UDFുമാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും UDF നേടാനാണ് സാധ്യത. LDFിനോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് LDFും 2 സീറ്റ് UDFുമാണ് നേടിയിരുന്നത്. അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ LDFും 2 സീറ്റുകൾ മാത്രം UDFുമാണ് നേടിയിരുന്നത്. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ 5 സീറ്റും LDFാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ 8 സീറ്റുകളും നേടിയത് LDFാണ്. ഒരേ ഒരു സീറ്റുകൾ മാത്രമാണ് UDFന് നേടാൻ സാധിച്ചത്. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ LDFും 4 സീറ്റുകൾ UDFുമാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 13 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ LDFും 12 സീറ്റുകൾ UDFുമാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്.
12 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ LDFും 2 സീറ്റുകൾ UDFുമാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ LDFും 1 സീറ്റ് UDFുമാണ് നേടിയത്. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 11 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ LDF 5 സീറ്റുകളും UDF 9 സീറ്റുമാണ് നേടിയത്. അവസാനമായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. 2021 തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ LDFും 1 സീറ്റ് UDFുമാണ് നേടിയത്. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ LDF 70 സീറ്റുകൾ വരെയും UDF 69 സീറ്റുകൾ വരെയും NDA 1 സീറ്റും നേടാനാണ് സാധ്യത. കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് 71 സീറ്റുകളാണ്.